റീസെന്റ് സൂപ്പർമാന്റെ സെറ്റ് ഫോട്ടോസിൽ നിന്ന് കുറെ ഡീറ്റെയിൽസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുന്നതായിരിക്കും ബെറ്റർ. വീഡിയോ ഞാൻ എൻസ്ക്രീനിലോ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ കാർഡ്സിലോ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. ആ വീഡിയോയുടെ എൻഡിൽ ഞാൻ പറയാൻ ബാക്കി വെച്ച ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സെറ്റ് ഫോട്ടോസിൽ നമ്മൾ കണ്ട ആ ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടറാണ്. അതിനെക്കുറിച്ച് ആർക്കും ഇതുവരെ വ്യക്തമായിട്ടുള്ള ഇൻഫോർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. സോ നമ്മൾക്ക് ആകെ പറയാൻ പറ്റുന്നത് അത് ആരാവുമെന്ന സാധ്യതയെക്കുറിച്ചൊക്കെയാണ്. ഇന്ന് നോക്കാൻ പോകുന്നതും അതിനെക്കുറിച്ച് തന്നെയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് സൂപ്പർമാനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന മിലിറ്ററി ബേസിനെയാണ്. അതിൽ അതോറിറ്റി മെമ്പറായ എഞ്ചിനീയർ എന്ന ക്യാരക്ടറും റിക് ഫ്ലാഗ് സീനിയറും ഒരു മിസ്റ്ററി ക്യാരക്ടറും ഉണ്ട്. നമ്മൾ സൂയിസൈഡ് സ്ക്വാഡിൽ കണ്ട റിക് ഫ്ലാഗ് ജൂനിയറിന്റെ അച്ഛനാണ് ഇവിടെ കാണുന്ന റിക് ഫ്ലാഗ്. കൂടാതെ ക്രീച്ചർ കമാൻഡോസിലും ഈ ഒരു ക്യാരക്ടർ അപ്പിയറൻസ് നടത്തുന്നുണ്ട്. ഇവിടെ കാണുന്ന ആ ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടറിനെ കാണുമ്പോൾ എല്ലാവരും ആദ്യം പ്രഡിക്റ്റ് ചെയ്യുന്നത് അത് അൾട്രാമാൻ ആണെന്നാണ്. ശരിക്കും അത് അൾട്രാമാൻ ആണോ അല്ലെന്ന് തീർത്ത് പറയാൻ പറ്റില്ല. എന്നാൽ കോമിക് അക്യുറേറ്റ് ആയിട്ട് മൂവി തരുന്ന ജെയിംസ് ഗൺ ഇവിടെ കൊണ്ടുവന്ന് അൾട്രാമാനെ ഇടുമെന്ന് തോന്നുന്നില്ല. അൾട്രാമാൻ മറ്റൊരു യൂണിവേഴ്സിലെ ക്യാരക്ടറാണ്. അവിടെ ഹീറോ ആയി നിൽക്കുന്നത് ലെക്സ് ലൂഥറും നമ്മൾ കാണുന്ന ഹീറോസൊക്കെ വില്ലന്മാരുമാണ്. അവരെ വിളിക്കുന്നത് ക്രൈം സിൻഡിക്കേറ്റ്സ് എന്നാണ്. സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഹീറോസിന്റെ ഓപ്പോസിറ്റ് വേർഷൻ. ആരെ കൊല്ലാനും എങ്ങനെ കൊല്ലാനും മടിയില്ലാത്ത വില്ലന്മാരാണ് അവർ. ദ ബോയ്സ് ഒക്കെ പോലെ എന്ന് പറയാൻ പറ്റില്ല. ക്രൈം സിൻഡിക്കേറ്റ്സ് നേരത്തെ മുതലുള്ളതാണ്. അൾട്രാമാൻ സൂപ്പർമാന്റെ ഓപ്പോസിറ്റ് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ സൂപ്പർമാനെ പോലെ തന്നെ പവർഫുള്ളുമാണ് ആ ഒരു ക്യാരക്ടർ. ഇവിടെയുള്ള സെറ്റ് ഫോട്ടോസിൽ ആ ഒരു ക്യാരക്ടറിന്റെ ചെസ്റ്റിൽ ഒരു യു ഉള്ളത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഒരു യു തന്നെയാണ് അൾട്രാമാന്റെ ചെസ്റ്റിലും ഉള്ളത്. പക്ഷേ കോസ്റ്റ്യൂം അങ്ങനെയല്ല. എൻ്റെ സംശയം അത് അൾട്രാമാൻ ആണെങ്കിൽ കോമിക്സിനെ ഫോളോ ചെയ്യുന്ന ജെയിംസ് ഗൺ ആ ഒരു ക്യാരക്ടറിനെ എന്തിനും ഒരു ഡിഫറൻറ്റ് ലുക്കിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. പോരാതെ ആ ഒരു ക്യാരക്ടർ എന്തിനാണ് മിലിറ്ററിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്? മേ ബി ഈ ഒരു ക്യാരക്ടർ സൂപ്പർമാനായിട്ട് ഫൈറ്റ് ചെയ്യുന്നതും പിന്നീട് താൻ ആരാണെന്ന് റിവീൽ ചെയ്യുന്നതെല്ലാം കാണിച്ചേക്കാം. പോസിബിളി അത് ഡേവിഡ് കോൺസ്വെന്റിന്റെ തന്നെ ഒരു ഈവിൾ വെർഷൻ ഓഫ് സൂപ്പർമാൻ ആയിരിക്കാനും ചാൻസ് ഉണ്ട്. അതായത് ഇവർ തമ്മിൽ ഫൈറ്റ് നടക്കുകയും ഒരു ടൈം കഴിയുമ്പോൾ ആ ഒരു ക്യാരക്ടർ തന്റെ മാസ്ക് അഴിച്ച് ഫേസ് റിവീൽ ചെയ്യുകയും ചെയ്യുന്നു. അവിടെ സൂപ്പർമാൻ കാണുന്നത് അയാളെ തന്നെയായിരിക്കാം. എർത്ത് 3 ക്രൈം സിൻഡിക്കേറ്റ്സിലെ അൾട്രാമാനും ഡേവിഡ് കോൺസ്വെന്റിന്റെ സൂപ്പർമാൻ തന്നെയായിരിക്കാം. ഇതിനെക്കുറിച്ച് കുറെ ഫാൻ തിയറീസ് ഒക്കെ വരുന്നുണ്ട്. ആക്ച്വലി കോമിക്സിൽ ഇങ്ങനെയുള്ള സ്റ്റോറീസ് പലതവണ വന്നു പോയിട്ടുണ്ട്. ബാറ്റ്മാനൊക്കെ ഈ തരത്തിൽ കഥ പറഞ്ഞു പോയിട്ടുള്ളതാണ്. അതുപോലെ ഇങ്ങനൊരു ഈവന്റ് ഈ ഒരു സിനിമയിൽ നടക്കാനും ചാൻസ് ഉണ്ട്. ഞാൻ സംസാരിക്കുന്നത് ഒരു ഫാൻ തിയറിയുടെ അടിസ്ഥാനത്തിലല്ല, പകരം കോമിക്സിന്റെ അടിസ്ഥാനത്തിലാണ്. ഓൾ സ്റ്റാർ സൂപ്പർമാൻ കോമിക് ഈ ഒരു മൂവിക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെ വെച്ച് തന്നെ ഈ ഒരു മൂവിയുടെ പ്ലോട്ടിനെ കുറിച്ച് സംസാരിക്കാം. ഓൾ സ്റ്റാർ സൂപ്പർമാൻ കോമിക്കിൽ ഫ്യൂണറൽ ഇൻ സ്മോൾവിൽ എന്ന ഇഷ്യൂവിൽ 3 ക്യാരക്ടേഴ്സ് അപ്പിയറൻസ് നടത്തുന്നുണ്ട്. അതിലൊരാൾ മിസസ് പെറ്റ്ലിക്കും, മറ്റൊരാൾ ഫ്യൂച്ചറിൽ നിന്നുള്ള ഒരു സൂപ്പർമാനും, മറ്റൊരാൾ ദ അൺനോൺ സൂപ്പർമാനുമാണ്. അവരെല്ലാം ഫ്യൂച്ചറിലെ സൂപ്പർമാൻ സ്ക്വാഡിലെ മെമ്പേഴ്സ് ആണ്. ഒരു വലിയ ത്രെറ്റിനെ ഫേസ് ചെയ്യാനാണ് അവരവിടെ വന്നിട്ടുള്ളത്. ക്രോണോവർ എന്ന ആ ഒരു മോൺസ്റ്ററിനെ സൂപ്പർമാൻ സ്ക്വാഡ് ഹണ്ട് ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങിയിട്ട് 100 വർഷമായി. ഇവരെല്ലാം നമ്മുടെ സൂപ്പർമാൻ്റെ ഡിസെൻഡൻ്റ് ആണ്. അതായത് സൂപ്പർമാൻ സ്ക്വാഡിലെ മെമ്പേഴ്സ് എല്ലാവരും സൂപ്പർമാൻ്റെ തന്നെ ബ്ലഡ് ലൈൻ ആണ്. അതിൽ 3ാമത്തെ സൂപ്പർമാൻ ഒരു ഡിസെൻഡൻ്റ് അല്ല, പകരം അത് നമ്മുടെ സൂപ്പർമാൻ്റെ ഫ്യൂച്ചർ വെർഷൻ ആണ്. ആ ഒരു സ്റ്റോറി ലൈനിൽ ജോനാഥൻ മരിക്കുന്നത് കാണാം. അതിൽ ആ ഒരു മോൺസ്റ്ററിനെ ഡിഫീറ്റ് ചെയ്യാൻ പോകുന്ന നമ്മുടെ സൂപ്പർമാനെ കാൽക്കൻ എന്ന ഫ്യൂച്ചർ വെർഷൻ ഓഫ് സൂപ്പർമാൻ തടയുന്നുണ്ട്. ആക്ച്വലി ആ ഒരു ക്യാരക്ടർ നമ്മുടെ സൂപ്പർമാനെ വാൺ ചെയ്യാനാണ് നോക്കുന്നത്. അതായത് നമ്മുടെ സൂപ്പർമാൻ ആ ഒരു മോൺസ്റ്ററിനെ തടയാൻ പോകുന്ന സമയത്താണ് ജോനാഥന് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. സോ നമ്മുടെ സൂപ്പർമാനെ കാൽക്കൻ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾക്ക് അതിന് സാധിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഹിസ് ഡെത്ത് വാസ് സംതിങ് ദാറ്റ് ഹാഡ് ടു ഹാപ്പൻ. അത് നടക്കേണ്ട ഒന്നാണ്. അതിനുശേഷമാണ് ക്ലാർക്ക് മെട്രോപോളിസിലേക്ക് പോകുന്നതും ജേർണലിസ്റ്റ് ആവുന്നതും ശേഷം വന്ന ഫ്യൂച്ചർ സൂപ്പർമാൻ സ്ക്വാഡൊക്കെ ഉണ്ടാവുന്നതും. ജോനാഥൻ മരിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കോമിക്കിൽ നമ്മുടെ സൂപ്പർമാൻ്റെ ഫ്യൂച്ചർ വെർഷൻ തൻ്റെ ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ടാണ് വരുന്നത്. അതായത് ഇത് അൾട്രാമാൻ അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർമാൻ്റെ ഫ്യൂച്ചർ വെർഷനായിട്ട് ഈ ഒരു സിനിമയിൽ കൊണ്ടുവരാൻ പറ്റും. കാലൻ്റെ കൂടെ നിന്ന് തൻ്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ കാലനെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടും കാണിക്കാം. അതിനുവേണ്ടി നടത്തുന്ന ഒരു ഡ്രാമ ആവാം ഈ ഒരു സെറ്റ് ഫോട്ടോയിൽ നമ്മൾ കാണുന്നത്. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സ് ആയതുകൊണ്ട് തന്നെ മൾട്ടിവേഴ്സും അവിടെ നടക്കുന്ന മൾട്ടിവേഴ്സൽ ഈവൻസും ഹീറോസിന് പുതുമയുള്ള കാര്യമൊന്നും ആയിരിക്കില്ല. ആ ക്യാരക്ടറിനെ അങ്ങനെ തന്നെ കാണിച്ചിട്ട് ഫ്യൂച്ചറിൽ അത് സൂപ്പർമാൻ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ ഐഡന്റിറ്റി സീക്രട്ട് ആക്കി വെച്ച് സൂപ്പർമാനെതിരെ വന്ന് നിൽക്കുന്ന അൾട്രാമാനും ആയിരിക്കാം അത്. മൂവിയുടെ ഒരു ഘട്ടത്തിൽ തൻ്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന അൾട്രാമാൻ സൂപ്പർമാനായിട്ട് ഫൈറ്റ് ചെയ്യുന്ന പോലെയും കാണിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു സൂപ്പർമാൻ വേഴ്സസ് സൂപ്പർമാൻ ഫൈറ്റ് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. പോസിബിളി ഇവിടെ ലെക്സ് ലൂഥർ ആയിരിക്കാം അൾട്രാമാനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ സിനിമയിൽ സൂപ്പർമാൻ തൻ്റെ ഒരു ഈവിൾ വെർഷൻ ഓഫ് സൂപ്പർമാനെതിരെ നിൽക്കുമെന്ന് റൂമറുണ്ട്. എത്രത്തോളം സത്യമാണെന്നറിയില്ല. അതുകൊണ്ട് തന്നെ അൾട്രാമാനെയും തള്ളിക്കളയാൻ പറ്റില്ല. ഇനി അൾട്രാമാൻ അല്ലെങ്കിൽ ഇവിടെ വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്യാരക്ടറാണ് ബിസാറോ. ഓൾഡ് കോമിക്സിൽ ബിസാറോ ഉണ്ടാകുന്നത് ക്ലോണിങ്ങിലൂടെയാണ്. ക്ലോൺ ചെയ്യുന്നത് ലെക്സ് ലൂഥറും മറ്റൊരു സയന്റിസ്റ്റുമാണ്. പേര് ഞാൻ ഓർക്കുന്നില്ല. ആ ഒരു സ്റ്റോറിയിൽ ഇത് അഡാപ്റ്റ് ചെയ്യാം. ഇനി ഇങ്ങനെയല്ലെങ്കിലും ഓൾ സ്റ്റാർ സൂപ്പർമാനിലും ബിസാറോ അപ്പിയറൻസ് നടത്തുന്നുണ്ട്. അതിനെ കണക്ട് ചെയ്തും ഇവിടെ കൊണ്ടുവരാവുന്നതാണ്. ബിസാറോനെയും അൾട്രാമാനെയും കണക്ട് ചെയ്ത് ഒരുപാട് തിയറീസ് വരുന്നുണ്ട്. അതിലൊന്ന് പറയുന്നത് ബിസാറോയുടെയും അൾട്രാമാൻ്റെയും ഒരു ഫ്യൂഷൻ വെർഷൻ ആയിരിക്കും ഈ ഒരു മൂവിയിൽ വരുന്നതെന്നാണ്.
എന്നാൽ ജെയിംസ് ഗൺ തന്നെ ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു തിയറി അത് ബ്രൂട്ടാൽ എന്ന ക്യാരക്ടറാണെന്നും പറയുന്നുണ്ട്. ന്യൂ 52-ൽ ഡാർക്ക് സൈഡ് ഒരു സൂപ്പർമാൻ്റെ ക്ലോണിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെ എർത്തിനെ ഇൻവേഷൻ നടത്തുന്ന സമയത്ത് ഡാർക്ക് സൈഡിൻ്റെ ഹെറാൾഡായിട്ട് യൂസ് ചെയ്യാനും പ്ലാൻ ചെയ്യുന്നത് കാണാം. ആ ക്യാരക്ടറിന് ലെക്സ് ലൂതറായിട്ട് കണക്ഷനൊന്നുമില്ല. മേ ബി ആ ഒരു സ്റ്റോറി ലൈനും ഇവിടെ അഡാപ്റ്റ് ചെയ്യാം. അതായത് ഡാർക്ക് സൈഡിനെ ഒരു മെയിൻ ത്രെറ്റ് ആക്കിയിട്ട് ആ ക്യാരക്ടറിനെ എർത്തിനെ കുറിച്ച് അറിയാൻ ഡാർക്ക് സൈഡ് തന്നെ പറഞ്ഞു വിട്ടതായിട്ടും കഥ പറയാം. പോസിബിലിറ്റീസ് ഒരുപാടുണ്ട്. ഇതെല്ലാം സൂപ്പർമാൻ ബേസ്ഡ് തിയറീസ് ആണ്. ഇനി വേറെയും ഉണ്ട്. അതിലൊരു ക്യാരക്ടറാണ് മിഡ്നൈറ്റർ. മിഡ്നൈറ്റർ ഒരു അതോറിറ്റി മെമ്പറാണ്. ഈ പടത്തിൽ എഞ്ചിനീയർ ഉണ്ടെന്ന് നേരത്തെ തന്നെ കൺഫേം ആയതുമാണ്. ഈ സെറ്റ് ഫോട്ടോയിൽ മിലിറ്ററിയുടെ കൂടെ എഞ്ചിനീയർ ഉള്ളത് വിസിബിൾ ആയിട്ട് കാണാം. എനിക്ക് തോന്നുന്നത് സൂപ്പർമാൻ ഇവർ വലിയൊരു ത്രെറ്റായിട്ട് കാണാൻ ചാൻസ് ഉണ്ടെന്നാണ്. കോമിക്സിൽ അതോറിറ്റി നിൽക്കുന്നത് ബിയോണ്ട് ദ വേൾഡ് ഗവൺമെൻറ് എന്നുള്ള സെറ്റപ്പിലാണ്. അതായത് ഗവൺമെൻറ്റിന് മുകളിലാണ് അവർ. ഇവിടെ മിലിറ്ററിയുടെ കൂടെ എഞ്ചിനീയറിനെ കാണുമ്പോൾ അതോറിറ്റി ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും തോന്നുന്നുണ്ട്. ഇവിടെ എഞ്ചിനീയർ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടർ അവരിൽ ഒരാളായിരിക്കാനും സാധ്യതയുണ്ട്. കാരണം അതോറിറ്റിക്ക് സൂപ്പർമാനെ തടഞ്ഞു നിർത്താൻ കെൽപ്പുണ്ട്. ആ കൂട്ടത്തിൽ ഫുൾ ബ്ലാക്ക് കോസ്റ്റ്യൂമിലുള്ളത് മിഡ്നൈറ്റർ ആണ്. പക്ഷേ ഇവിടെയുള്ള ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ അത് മിഡ്നൈറ്റർ ആണെങ്കിൽ ആ ക്യാരക്ടറിന് സൂപ്പർമാനെ ഫേസ് ചെയ്യാൻ പാടായിരിക്കും. അതോറിറ്റിയിലെ മോസ്റ്റ് പവർഫുൾ മെമ്പർ അപ്പോളോയാണ്. ആ ക്യാരക്ടർ ഒരു സൂപ്പർമാൻ തന്നെയാണെന്ന് പറയാം. സോളാർ പവർ അബ്സോർബ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അപ്പോളോ. സോ അങ്ങനെ ഒരു ക്യാരക്ടറിനെ സൂപ്പർമാനെതിരെ കൊണ്ടുവന്ന് നിർത്താണെങ്കിൽ ഇതിനെ അതോറിറ്റി വേഴ്സസ് സൂപ്പർമാൻ എന്ന് പറയാൻ സാധിക്കും. ഓൾറെഡി ഇവിടെ എഞ്ചിനീയർ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടർ അതോറിറ്റിയുടെ മെമ്പർ ആവാനും സാധ്യതയുണ്ട്. അതുപോലെ ഇവിടെ പറയാൻ പറ്റിയ മറ്റൊരു ക്യാരക്ടറാണ് യൂലിസസ്. ഈ ഒരു ക്യാരക്ടറും സൂപ്പർമാനും ടഫ് കൊടുക്കാൻ പറ്റിയൊരു ക്യാരക്ടറാണ്. ഫുൾ ബ്ലാക്ക് കോസ്റ്റ്യൂമാണ് ഈ ഒരു ക്യാരക്ടറിൻ്റേതും. ഈ ക്യാരക്ടർ ആവാനുള്ള സാധ്യതകൾ ഏറെയാണെന്ന് പറയാം. ഇതുവരെ പറഞ്ഞ ക്യാരക്ടേഴ്സിനെ വെച്ച് നോക്കിയാൽ അവർക്കൊക്കെ ഗവൺമെൻറ്റുമായി ഒത്തുപോകേണ്ട കാര്യമില്ലെന്ന് പറയാം. എന്നാൽ യൂലിസസ് അങ്ങനെയല്ല. ആ ഒരു ക്യാരക്ടർ ഒരു സീക്രട്ട് ഏജന്റ് ആയിരുന്നു. കോമിക്സിൽ എർത്ത് നശിക്കുമെന്നൊരു ഘട്ടം വരുമ്പോൾ യൂലിസസിന്റെ പാരൻസ് ആ ഒരു ക്യാരക്ടറിനെ രക്ഷിക്കാൻ വേണ്ടി 4th ഡയമെൻഷനിലേക്ക് അയക്കുന്നു. അതായത് ജോറൽ കാലനെ സേവ് ചെയ്യാൻ വേണ്ടി എർത്തിലേക്ക് അയച്ചതുപോലെ. അവിടുത്തെ അറ്റ്മോസ്ഫിയറിന്റെ പ്രത്യേകതയിൽ സൂപ്പർമാൻ ലൈക്ക് പവേഴ്സ് ആ ഒരു ക്യാരക്ടറിനും കിട്ടുന്നുണ്ട്. 25 വർഷത്തിന് ശേഷം ആ ഒരു ക്യാരക്ടർ എർത്തിലേക്ക് തിരിച്ചു വരികയും തൻ്റെ പാരൻസിനെ മീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ സൂപ്പർമാൻ ഒരു നല്ല ഫ്രണ്ട് ആവുകയും ചെയ്യുന്നു. പക്ഷേ പിന്നീടാണ് യൂലിസസ് സൂപ്പർമാനെ യൂസ് ചെയ്യാറെന്ന് മനസ്സിലാവുന്നത്. 4th ഡയമെൻഷൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് യൂലിസസ് എർത്തിൽ വരുന്നത്. അതിനുവേണ്ടി ആ ക്യാരക്ടർ ഹ്യൂമൻസിനെ യൂസ് ചെയ്യുന്നു. എന്നാൽ സൂപ്പർമാൻ അതിനെതിരെ നിൽക്കുകയും യൂലിസസ് ആയിട്ട് വലിയൊരു ഫൈറ്റിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. മോസ്റ്റ്ലി സൂപ്പർമാൻ അവിടെ ഫൈറ്റ് ചെയ്യുന്നതിനേക്കാൾ യൂലിസസിനെ സ്റ്റോപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. ബാറ്റിലിന്റെ അവസാന ഘട്ടത്തിൽ സൂപ്പർമാൻ തന്റെ സോളാർ ഫ്ലെയർ യൂസ് ചെയ്ത് യൂലിസസിനെ തോൽപ്പിക്കുന്നു. ഇവിടെ യൂലിസസിനെയും സൂപ്പർമാനെതിരെ കൊണ്ടുവന്ന് നിർത്താം. ആ ക്യാരക്ടറും ഒരു ഡാർക്ക് കോസ്റ്റ്യൂമാണ് ഇട്ടിരിക്കുന്നത്. ഒരു യു സിംബൽ യൂലിസസിന്റെയും ചെസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നിരുന്നാലും സെറ്റ് ഫോട്ടോസിൽ കാണുന്ന ആ ഒരു സെയിം കോസ്റ്റ്യൂം അല്ല യൂലിസസിൻ്റേത്, ഡിഫറൻ്റ് ആണ്. ഇതുവരെ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറാണ് അതെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് യൂലിസസ് ആവാനാണ്. ആ ക്യാരക്ടറിനെ മൂവിയിൽ കൊണ്ടുവരാണെങ്കിൽ നൈസായിരിക്കും. ഈ ഒരു സ്റ്റോറിയുടെ അഡാപ്റ്റേഷനും മൂവിയിലുണ്ടെങ്കിൽ സൂപ്പർമാൻ എന്ന ക്യാരക്ടറിൻ്റെ വേറെ ലെവൽ ഒരു സ്പീച്ച് നമുക്ക് കാണാൻ പറ്റും. എനിക്കിവിടെ പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. സീ യു നെക്സ്റ്റ് ടൈം തന്നെ വീഡിയോ ഗൈസ്. ദിസ് ഈസ് CG സൈനിങ് ഓഫ്.